എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സിമ്പിൾ ആയിട്ടുള്ള വാൾ പെയിൻറ്റിങ്ങുമായിട്ടാണ്. നമ്മൾ കുറച്ച് നാളായി ഇപ്പോൾ വാൾ പെയിൻറ്റിങ് ചെയ്തിട്ട്, ഇതും കൂട്ടി നമ്മുടെ മൂന്നാമത്തെ വാൾ പെയിൻറ്റിങ്ങിൻ്റെ വീഡിയോ ആണ് കേട്ടോ. കഴിഞ്ഞ 2 വീഡിയോസും കണ്ടിട്ട് ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് തൊട്ടേ കുറേ പേര് ചോദിക്കുന്നതാണ് സിമ്പിളായിട്ടുള്ളൊരു വാൾ പെയിൻറ്റിങ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇത് വളരെ സിമ്പിളാണ് കേട്ടോ. വരയ്ക്കാൻ അറിയാത്തവർക്കും ഈസി ആയിട്ട് വരയ്ക്കാൻ പറ്റുന്ന ഒരു ഡിസൈനാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ഒരു ഹാർട്ട് ഷേപ്പിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ബെഡ്റൂമിലൊക്കെ വാൾ ഡെക്കോറിന് പറ്റിയിട്ടുള്ള നല്ല കിഡിലൻ ഐഡിയ ആണ്. എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ ഇതിന് ഒരു കളറ് മാത്രം മതി. ഹാർട്ട് ഷേപ്പ് ആയ കാരണം ഞാൻ റെഡാണ് എടുക്കുന്നത്. അതുതന്നെയായിരിക്കും കൂടുതലും ഭംഗി ഉണ്ടായിരിക്കുക. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പെൻസിൽ കൊണ്ട് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് ആക്ച്വലി നമ്മുടെ വാലൻറ്റൈൻസ് ഡേക്ക് മുന്നേ ഇടണമെന്ന് വിചാരിച്ചതാണ് കേട്ടോ. അപ്പോൾ കുറച്ച് തിരക്കൊക്കെ ആയിട്ട് പറ്റിയില്ല. ഇപ്പോഴും പെട്ടെന്ന് എടുത്ത വീഡിയോ ആണ്, അതുകൊണ്ട് തന്നെ ലൈറ്റിൻ്റെ കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്. അതൊന്ന് ക്ഷമിച്ചേക്കൂ കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ പെൻസിൽ കൊണ്ടൊന്ന് വരച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പെൻസിൽ കൊണ്ട് വരയ്ക്കുമ്പോൾ നന്നായിട്ട് അമർത്തി വരയ്ക്കരുത് കേട്ടോ. ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് വരയ്ക്കാനേ പാടുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ അതൊരു അഭംഗിയായിരിക്കും. ഇനിയിപ്പോൾ പെൻസിൽ കൊണ്ട് വരയ്ക്കാതെ നേരിട്ട് കൈ കൊണ്ട് വരയ്ക്കാൻ അറിയും, ഡയറക്റ്റായിട്ട് വരയ്ക്കാൻ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ വരയ്ക്കാം കേട്ടോ. പിന്നെ ഇത് എത്ര വലുപ്പം വേണമെങ്കിലും ആക്കാം. ഞാനിപ്പോൾ ഇവിടെ റെഡ് കളർ എടുത്തിട്ടുണ്ട്. ഒരു പോയിൻറ്റഡ് ആയിട്ടുള്ള ബ്രഷാണ് എടുത്തിരിക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ ഔട്ട്ലൈൻ വരയ്ക്കാം. അതിന് ശേഷമാണ് നമ്മളിത് ഫില്ല് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഇപ്പോൾ നമ്മളിത് ഫുള്ളും ഔട്ട്ലൈൻ വരച്ചിട്ടുണ്ട്. ഇനി ഈ ഒരു സൈഡിൽ നമുക്കിത് ഫില്ല് ചെയ്യാം. അപ്പോൾ ആദ്യം ഞാനൊരു കോട്ട് കൊടുത്തിട്ട് പിന്നെ രണ്ടാമതൊരു കോട്ടും കൂടി അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നാലാണ് കറക്റ്റ് ആ ഒരു ഭംഗിയും ഒരു ഫിനിഷിങ്ങും വരത്തുള്ളൂ. അപ്പോൾ നമ്മളിത് രണ്ടാമത്തെ കോട്ട് അടിക്കുകയാണ്. ഇനി ഇപ്പുറത്തെ ഭാഗം നമ്മൾ ഫില്ല് ചെയ്യുന്നില്ല കേട്ടോ. ജസ്റ്റ് ആ ലൈനൊക്കെ ഒന്ന് വീതി കൂട്ടി കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മളത് ഫില്ല് ചെയ്യുന്നില്ല. അപ്പോൾ അത്ര ഭംഗി ഉണ്ടായിരിക്കില്ല. ആ ഭാഗം ബ്ലാങ്ക് ആയിട്ട് അങ്ങനെ കിടക്കായിരിക്കും ഭംഗി. ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി. ഇത്രയേ ഉള്ളൂ കേട്ടോ. വളരെ സിമ്പിളായിട്ട് ചെയ്യുന്നൊരു വാൾ പെയിൻറ്റിംഗ് ആണ്. ഒരു കളർ മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ, റെഡ് കളറ്. പിന്നെ നമ്മുടെ ബെഡ്റൂമിലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടായിരിക്കും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് എനിക്ക് പിക്ചേഴ്സൊക്കെ അയച്ചു തരാം കേട്ടോ. പിക്ചേഴ്സ് എനിക്ക് ഇൻസ്റ്റാഗ്രാമിലേക്കോ അല്ലെങ്കിൽ ഫേസ്ബുക്ക് പേജിലേക്കോ അയച്ചു തരാം. എല്ലാത്തിൻ്റെയും ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ അയച്ചു തരുന്ന ഫോട്ടോസൊക്കെ ഞാൻ ഇതേപോലെ നമ്മുടെ വീഡിയോയുടെ അവസാനം ഉൾക്കൊള്ളിക്കുന്നതായിരിക്കും. അപ്പോൾ ഫോട്ടോസ് അയച്ചു തരുമ്പോൾ ഫോട്ടോയിൽ പേരും കൂടി വെച്ചിട്ട് അയച്ചു തരാം കേട്ടോ. അപ്പോൾ എന്നും പറയുന്ന പോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയതായി ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക. നമുക്കിനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.